ലളിതമായ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് സാധാരണക്കാർക്കുള്ള ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ വളരെ അറിവുള്ളവർ ഇതിലുണ്ടാവാം, സാധാരണക്കാരുണ്ടാവാം. ഞാൻ ഒരേപോലെ പോവുകയാണ് നമ്മൾ. കാരണം തിരിച്ചറിവിന്റെ ഒരു ശനിയാഴ്ച അത്രേ ആവശ്യമുള്ളൂ. ലോകത്തിലെ മഹാഗുരുക്കന്മാർ ഒക്കെ തന്നെ സമൂഹത്തെ നന്മയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു. എന്താണ് കാരണം? കാരണം ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 800 കോടി ജനങ്ങളിൽ 800 കോടി ആൾക്കാരും അവനവനെ കുറിച്ചുള്ള ചിത്രമുള്ളവരാണ്. വളരെ രസകരമായ കാര്യം, ഈ ചിത്രം തെറ്റാണ്. രമേശൻ എന്ന എന്നെ കുറിച്ചുള്ള എന്റെ ചിത്രം എന്റെ അമ്മ പറഞ്ഞതും എന്റെ അച്ഛൻ പറഞ്ഞതും എന്റെ അയൽവാസികൾ പറഞ്ഞതും എന്റെ കൂട്ടുകാർ പറഞ്ഞതും എന്റെ സഹപ്രവർത്തകർ പറഞ്ഞതുമാണ്. പാവം രമേശൻ അറിയുന്നില്ല രമേശന്റെ കരുത്തും രമേശന്റെ ആ കഴിവ് രമേശൻ അറിയുന്നില്ല. അങ്ങനെ രമേശൻ നിരാശനായി ജീവിതം തള്ളി നീക്കുന്നു. ഒരിക്കൽ ജാമ്പവാൻ ഹനുമാനോട് പറഞ്ഞതുപോലെ, നിനക്ക് പറക്കാൻ പറ്റുമോ? രാമൻ പറഞ്ഞിട്ടുണ്ട് നിനക്കേ പറക്കാൻ പറ്റും. അപ്പോൾ ഹനുമാൻ പറയുന്നു, ഞാനൊരു കുരങ്ങൻ മാത്രമാണ്, ഞാൻ എങ്ങനെ പറക്കും? നിരാശനായി ജാമ്പവാൻ തിരിച്ചു രാമനോട് പറഞ്ഞു, ഈ ചങ്ങായിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ രാമൻ ജാമ്പവാന്റെ ചെവിയിൽ ഒരു മന്ത്രം ഓതി. ആ മന്ത്രം അദ്ദേഹത്തിന് മനസ്സിലായി. അതേ മന്ത്രം ഹനുമാന്റെ ചെവിയിൽ ഓതുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ഹനുമാൻ തന്റെ അതിശക്തമായ പറക്കലിന്റെ കരുത്ത് കാണിച്ച് പറന്നു പോകുന്നു. എന്തായിരുന്നു ആ മന്ത്രം? അതാണ് മാക്സ്വെൽ മാർഷ് പറഞ്ഞ സെൽഫ് ഇമേജ് ട്രാൻസ്ഫോർമേഷൻ. നിന്റെ അച്ഛൻ മാരുതിയാണെടാന്ന് ഓർമ്മിക്കണം. കാറ്റിന്റെ മകന് പറക്കാൻ എവിടെയാണ് പ്രശ്നമെന്ന തന്റെ കഴിവിനെ തിരിച്ചറിയാവുന്ന ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആണ് ചിരഞ്ജീവിയായ ഹനുമാനെ സൃഷ്ടിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓരോ ഹനുമാനാണ്. എവിടെയൊക്കെയോ ഇരുന്ന് ജാമ്പവാന്മാർ നമ്മളെ പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട്, നീ നന്നാവിടാ, നിനക്ക് പറ്റും. അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലത്തെ ഹനുമാൻ ഒന്നും തിരിച്ചറിയാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടതുകൊണ്ട് മാത്രമല്ല, നമ്മൾ അതിനു വേണ്ടി ഒരു പഠനം നടത്താനുള്ള ഒരു താല്പര്യം കൂടി ഉണ്ടാവുകയാണെങ്കിൽ, പ്രവർത്തിക്കാൻ സന്നദ്ധരാണെങ്കിൽ, ഇപ്പോൾ കാണുന്ന ഈ 175 പേരും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഉറപ്പാണ്. എന്നെ ലൈവ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പലരും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്. ചില സ്ഥലത്ത് ഹെൽത്ത് ആയിരിക്കും, ചിലത് ലീഡർഷിപ്പ് ആയിരിക്കും. ഏതായാലും നവംബർ അവസാനിക്കാനുള്ള എല്ലാ ഡേറ്റുകളും ഫുള്ളായി. ഡിസംബറിൽ തുടങ്ങിക്കഴിഞ്ഞു. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വരും. അപ്പോ നിങ്ങൾക്ക് നേരിട്ട് കാണാം. അതിനുള്ളൊക്കെ സൗകര്യമുണ്ട്. കാരണം നമ്മൾ ഒന്നിച്ച് വളരാൻ തീരുമാനിക്കുന്നു. കാരണം നമ്മളെ ഉണർത്താൻ ആരും വരില്ല. കാരണം എല്ലാവർക്കും വേണ്ടത് പണമാണ്. ഇന്ന് ഞാനൊരു മനുഷ്യനെ പരിചയപ്പെട്ടു. ഒരുപാട് പണമുണ്ട്, പക്ഷെ തന്റെ ഏക മകൻ നഷ്ടമായി. ഞങ്ങൾ ആകെ 5 മിനിറ്റേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളൊരു ദൃഢബന്ധം ഉണ്ടാക്കി. ഇനി വീണ്ടും ഞാൻ അദ്ദേഹത്തെ കാണും. കാരണം ദുഃഖിക്കുന്നവരെ അല്ലെങ്കിൽ വിഷമിക്കുന്നവരെ കാണാനും അവരോട് എന്തെങ്കിലും സാന്ത്വന വാക്കുകൾ പറയാനും പറ്റുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കുറഞ്ഞു വരുന്നു. എവിടേക്കോ എന്തൊക്കെയോ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഓടി തളർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ശാന്തമായിരുന്ന് നമുക്ക് ഒന്നിച്ച് ആസ്വദിച്ചുകൂടെ ജീവിതം എന്ന് പറയുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കുറഞ്ഞു വരുന്നു. അവരുടെ എണ്ണം കൂട്ടുകയാണ് ഈ പ്രഭാഷണ പരമ്പരയുടെ ആത്യന്തിക ലക്ഷ്യം. ഒരുപക്ഷെ ഇത് അങ്ങനെ സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് പറയാനുള്ളത്, കുറിച്ചെടുക്കേണ്ടവ കുറിച്ചെടുക്കണം. പുസ്തകത്തിലല്ല, അവരവരുടെ മനസ്സിലേക്ക്. ആ മനസ്സിലേക്ക് കുറിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ആഴത്തിലുള്ള വാക്കുകളിലൂടെയാണ് ഞാൻ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത്. അല്പം ഇംഗ്ലീഷ് വാക്കുകൾ വന്നേക്കാം, കാരണം ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനാണ്.
അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എന്ന ഭാഷ നിങ്ങളെ വിഷമിപ്പിക്കണ്ട. തത്തുല്യമായതല്ലെങ്കിലും മലയാളം ഞാൻ പറഞ്ഞു തരും. അപ്പോ ആ ബസ്സിൽ ഉണ്ടായിരുന്ന മനുഷ്യന്റെ സെൽഫ് ഇമേജ് വളരെ ഹൈ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം വളരെ കുറവാണ്. അദ്ദേഹത്തിന്റെ പണത്തെ കുറിച്ചല്ല എന്നോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു വാക്യം, നമ്മളൊക്കെ പ്രായമുള്ളവരല്ലേ. എന്നോട് ചോദിച്ചാൽ എന്താ പരിപാടി? ഞാൻ പറഞ്ഞു മാഷാണ്. അല്ല മാഷേ, എനിക്ക് ഈ മൊബൈലില് എന്തൊക്കെയോ കാണുന്നതൊക്കെ ഉണ്ട്, ഇനി അത് വർക്ക് ചെയ്യില്ല അല്ലേ? വേണ്ട. ആ മനുഷ്യന്റെ ചിത്രം ഒരുപക്ഷെ എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ഇനി ഞാൻ 2-3 ലോക സംഭവങ്ങളിലൂടെ കടന്നുപോയി ഈ സെൽഫ് ഇമേജിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാം. നമ്മളൊക്കെ അറിയുന്ന ഗാന്ധിജി പോർബന്തറിൽ ഗുജറാത്തിൽ ജനിച്ചു എന്നതൊന്നും ഒരു ചരിത്ര വസ്തുതയല്ല. ഒരു സാധാരണ കുട്ടിയായി ജനിക്കുന്ന ഗാന്ധിജിയെ അല്ല നമുക്ക് ആവശ്യം. ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ചവിട്ടേറ്റ തന്റെ അഭിമാനക്ഷതം വന്ന, പ്രതികാരം പുറത്തേക്ക് വന്ന ഒരു വലിയ ഗാന്ധിജിയാണ് നമുക്ക് ആവശ്യം. ആ ഗാന്ധിജി നമ്മളിലുണ്ട്. പിന്നീട് തന്റെ ഐതിഹാസികമായ ജീവിത യാത്രകൾക്കിടയിൽ ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ നമ്മളെ പഠിപ്പിച്ച പാഠം അനാസക്തി യോഗമാണ്. ജീവിതത്തിൽ ഒന്നും നേടുന്നില്ലെന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് ഒരു നിറയൊഴിക്കലിന്റെ അവസരത്തിൽ തന്റെ ജീവിതം വിട്ടുപോയ ഗാന്ധിജി പഠിപ്പിച്ചത് ഏതൊരാൾക്കും ഒരു ഗാന്ധിജി ആവാൻ പറ്റും. കന്യാകുമാരിയിലെ കടൽ തീരത്ത് തൊട്ടടുത്തിരിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ അവിടെ ഇരുന്ന് ധ്യാനനിരതനായ ഒരു മനുഷ്യൻ അങ്ങ് ചിക്കാഗോയിൽ നടക്കുന്ന ലോക മതമഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകാൻ തീരുമാനിക്കുന്നു. ഒരു രാജാവിന്റെ കരുണയാൽ കിട്ടിയ പണവുമായി ഈ മനുഷ്യൻ ചിക്കാഗോയിൽ എത്തുമ്പോൾ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നു. ആരോ മോഷ്ടിക്കുന്നു. കണ്ടവരോടൊക്കെ ഒരു ലേശം ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച മനുഷ്യന് അത് ലഭിക്കുന്നില്ല. താൻ മരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. താൻ വിശ്വസിച്ച ഹൈന്ദവ ദൈവങ്ങളെ വിളിക്കുന്നുണ്ടാവും, തന്റെ ഗുരു ശ്രീരാമകൃഷ്ണനെ വിളിക്കുന്നുണ്ടാവാം. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു പൊതു ടാപ്പിൽ നിന്ന് അവസാന ശ്വാസജലം എന്ന് പറയാവുന്ന അല്പം വെള്ളം കുടിക്കുമ്പോൾ ദൂരെ ഒരു 2 നില മാളികയിൽ നിന്ന് ഒരു സ്ത്രീ നോക്കിക്കാണുന്നു. ആ സ്ത്രീയുടെ നോട്ടം എത്തുന്നത് കാവ്യ വസ്ത്രധാരിയായ ഒരു അപരിചിതനിലേക്ക്. അവർ ഇറങ്ങി വരുന്നു. ചോദിച്ചു, എന്താണ് പേര്? എന്റെ പേര് വിവേകാനന്ദൻ. എന്തിനാണ് ഇന്ന് ഇവിടെ വന്നത്? ഞാൻ ലോക മതമഹാസമ്മേളനത്തിലെ ഹൈന്ദവ അല്ലെങ്കിൽ ഇന്ത്യൻ പാരമ്പര്യത്തെ കുറിച്ച് പറയാൻ വന്നതാണ്. ഹിന്ദു എന്ന പേര് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം. അതിനെനിക്ക് സാധ്യമല്ല. കാരണം എന്നെ എന്നെ അവിടെ പ്രവേശിപ്പിക്കാൻ ഉദ്ദേശിച്ച കത്ത് നഷ്ടപ്പെട്ടു. എന്റെ എല്ലാ രേഖകളും പോയി. ഒരു രൂപ കയ്യിലില്ല. ഞാൻ മരണത്തിന് കീഴടങ്ങാൻ പോകണം. ഒന്നും മനസ്സിലാവാത്ത സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം, ഒരു അത്ഭുതവും കാണിക്കാം. തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ഇനി ആവശ്യം? എനിക്ക് ചിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൽ സംസാരിച്ചേ പറ്റൂ. എന്റെ ഗുരു എന്നെ അത് പ്രേരിപ്പിക്കുന്നു, എന്റെ രാജ്യം എന്നെ അതിനെ പ്രചോദിപ്പിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, ലോക മതമഹാസമ്മേളനത്തിന്റെ ഓർഗനൈസറിൽ ഒരാളാണ് ഞാൻ. വിവേകാനന്ദന് അത്ഭുതവുമില്ല. കാരണം അദ്ദേഹത്തിന് ചരിത്രവാദി, അദ്ദേഹത്തിന് അറിയാമത്. നമുക്ക് ഒന്നിച്ചു പോകാം. അന്നത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോകം മാറ്റിമറിക്കുന്നു. അമേരിക്കയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന ഒറ്റ വാക്ക് ലോകം മാറ്റിമറിച്ചതിന് ആരാണ് കാരണക്കാരൻ? ആ സ്ത്രീയാണോ? പിൽക്കാലത്ത് സിസ്റ്റർ നിവേദിത എന്ന പേരിൽ വിവേകാനന്ദന്റെ ശിഷ്യയായി മാറിയ ആ സ്ത്രീയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചോദ്യം ഇവിടെയാണ്, എന്താണ് ഇവിടെ മാറ്റം വരുത്തിയത്? അമേരിക്കയിലെ ഒരു ചേരിയിൽ ജനിച്ച ഒരു കുട്ടി പഠിപ്പിക്കാൻ ആരുമില്ലാതെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നു. ആ സ്വപ്നങ്ങൾ കാണുന്നതിനിടെ അവൻ വളരുമ്പോൾ അവന്റെ അച്ഛൻ മരിക്കുന്നു. അമ്മയെ ഈജിപ്തിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുപോകുന്നു. ഈ മകനെയും കൊണ്ട് ആ അമ്മ പോയപ്പോ അവിടുത്തെ കൂട്ടുകാരെല്ലാം തന്നെ മയക്കുമരുന്ന് കച്ചവടക്കാരായതുകൊണ്ട് നന്നായി മയക്കുമരുന്ന് ഉപയോഗിച്ച് മോശമല്ലാത്ത ഒരു ഗുണ്ടയായി മാറിയ ഒരു മനുഷ്യനെ അവന്റെ മുത്തശ്ശി തിരിച്ച് അമേരിക്കയിലേക്ക് വിളിച്ചിട്ട് അവനോട് പറയുന്നു, നിന്റെ ജീവിതം ഇതല്ല,
അത് കേട്ട ആ കുട്ടി ആ മനുഷ്യൻ തീരുമാനം മാറ്റുന്നു, പഠിക്കാൻ തുടങ്ങുന്നു. പണമില്ലാത്തത് കൊണ്ട് പൊതു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നു, പൊതു വാഹനങ്ങൾ ഉപയോഗിച്ചു, ഭക്ഷണം ആരൊക്കെ കൊടുത്ത് കഴിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ വളർന്നാൽ പാവങ്ങളുടെ വക്കീലാവുമെന്ന് തീരുമാനിക്കുന്നു. പാവങ്ങളുടെ വക്കീലായ മനുഷ്യൻ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു. ശേഷം നിങ്ങൾ അറിയുന്ന ചരിത്രം, ബറാക് ഒബാമ. ഞാൻ ഈ പറഞ്ഞതിനർത്ഥം ഒരു ബറാക് ഒബാമയെ സൃഷ്ടിച്ചത് ആരാണ്? മറ്റൊന്നുമല്ല, ബറാക് ഒബാമയുടെ സെൽഫ് ഇമേജ് മാറിയതാണ്. ഗാന്ധിജിയുടെ സെൽഫ് ഇമേജ് മാറിയതാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒട്ടേറെ പേർ തങ്ങളുടെ സെൽഫ് ഇമേജ് മാറ്റും. ഒരു സംശയം വേണ്ട. ഇതിൽ പലരും രാവിലത്തെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, വ്യാഴാഴ്ചകളിലെ നമ്മുടെ ബുക്ക് റിവ്യൂവിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഇന്ന് പുതിയതായി വന്നവരുണ്ടാവാം, എനിക്കറിയില്ല, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും പലതും പലതവണ കേൾക്കേണ്ടി വരും. ഭയപ്പെടേണ്ട, നമ്മുടെ മനസ്സ് എല്ലാം ഉൾക്കൊള്ളാൻ ഏറെ സമയമെടുക്കും. അപ്പൊ എന്താണ് സെൽഫ് ഇമേജ്? സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ കുറിച്ചുണ്ടാക്കിയ ചിത്രം. ആ ചിത്രം ശരിയാണോ? അതാണ് ആദ്യത്തെ ചോദ്യം. നിന്നെ ഒന്നിനും കൊള്ളില്ല. എന്റെ സ്കൂളിൽ ഉണ്ടായ ഒരു അനുഭവം പറയാം. തൊട്ടടുത്ത സ്കൂളിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു പെൺകുട്ടി നിർബന്ധിത TC-യുമായി എന്റെ സ്കൂളിലേക്ക് വരുന്നു. കുറുമാത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. നിസ്സഹായ ഒരു അമ്മ, ആ മകൾക്ക് ഉള്ള എല്ലാ ദോഷങ്ങളും ഉണ്ട്. എല്ലാവരാലും പരിഹസിക്കപ്പെട്ട ആ പെൺകുട്ടി മോശമല്ലാത്ത ഭീകരനായ എന്റെ മുമ്പിലിരിക്കുന്നു. ഞാൻ അവളോട് പറഞ്ഞു, നീ തോന്നിവാസം കളിക്കാനിടയെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും, പക്ഷേ നിന്റെ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വളർത്തും. അവളെ ഞാൻ ജോയിൻ ചെയ്യിക്കുന്നു. ഞാനും കൗൺസിലറും ഒക്കെ ചെയ്യുന്ന പോലെ എല്ലാ കുട്ടികളെയും എല്ലായ്പ്പോഴും ഞാനിങ്ങനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ മോളോട് ഞാൻ ചോദിച്ചു, മോളെ സ്വപ്നം എന്താ? സാർ പറയാമോ? ഞാൻ പറഞ്ഞോ, എനിക്കൊരു IPS കാര്യമാണ്. ഞാൻ അവൾ കൈ കൊടുക്കുന്നു. ഇന്ന് ആ സ്കൂളിലെ മോശമല്ലാത്ത മിടുക്കിയായി അവൾ വളരുന്നു. ഇന്നലെ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, സാർ എനിക്ക് എന്തായാലും IPS ആണ്. ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ അവളുടെ സെൽഫ് ഇമേജ് ഒന്ന് മാറ്റി. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ അടുത്ത വർഷം ആ സ്കൂൾ വിടും, കാരണം എനിക്ക് റിട്ടയർ ചെയ്ത് കിട്ടും. പക്ഷെ ആ മകളെ ഒരു IPS ആക്കാൻ ഞാൻ പറയുന്നുണ്ടാവും. ഇവിടെ എനിക്ക് പ്രിയപ്പെട്ട എന്റെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ കുടുംബങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ സെൽഫ് ഇമേജ് മാറുക മാത്രമല്ല, മറ്റുള്ളവരുടെ സെൽഫ് ഇമേജ് മാറ്റുക എന്നതും നമ്മളുടെ ഒരു കടമയായിട്ട് എടുക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം സൃഷ്ടിക്കേണ്ടത്. അത് യാതൊരു സംശയവും വേണ്ട. ഇവിടെ സെൽഫ് ഇമേജ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ, മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങൾ എന്താണ്? ഞാൻ, എന്റെ വികാരങ്ങൾ, എന്റെ പെരുമാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ. എങ്ങനെയാണ് എന്റെ നോട്ടം, എന്റെ ബോഡി ലാംഗ്വേജ്, ഞാൻ നിങ്ങളോടുള്ള ഇടപെടലുകൾ, ഇത് പലരും എന്നെ നേരിട്ട് കണ്ടവരാണ്, ഇടപെടലുകൾ, ഇതൊക്കെയാണ് ഞാൻ. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് വിചാരിക്കാം. നിങ്ങളുടെ കഴിവുകൾ, ഇതെല്ലാം സെൽഫ് ഇമേജിലാണ്. എന്താണ് ഇതിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ലക്ഷക്കണക്കിന് കുട്ടികളാണ് ലോകത്ത് പഠനം നടത്തുന്നത്. പക്ഷെ എത്ര പേർ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് ലോകം വിട്ടുപോകുന്നുണ്ട്? അങ്ങനെ വിട്ടുപോകുന്നവരാണ് ലീഡേഴ്സ്. അങ്ങനെ വിട്ടുപോകുന്ന ഒരു ലീഡറായി ജീവിച്ച് ഇവിടുന്ന് മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ അടുത്ത ശനിയാഴ്ച ക്ലാസ്സിന് വരണ്ടൂ. താഴെ എന്റെ മകൾ ലോക എന്ന സിനിമ OTT-യിൽ കണ്ടോണ്ടിരിക്കുകയാണ്. പുതുതലമുറ OTT-യിലാണ്. എനിക്ക് ഉറപ്പുണ്ട്
ഈ ഇരിക്കുന്ന 193 പേരിൽ, ഞാനടക്കം 194, ഒരു ചെറിയ കുട്ടി ഉണ്ടാവാൻ വഴിയില്ല. ഒരു 25 വയസ്സിന് താഴെയുള്ളവരുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും, സംസാരിക്കൊന്നും വേണ്ട, ഉണ്ടാവില്ല. 30 വർഷമായിട്ട് അധ്യാപകനായ എന്റെ നിരാശ എന്താണെന്നോ, പൊതുസമൂഹത്തിലെ കുട്ടികളിലെ കഴിവില്ലായ്മയൊന്നും എന്റെ വിഷയമേ അല്ല. പക്ഷെ ആരും ഇത് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് അവർ കേൾക്കാത്തത്. അതുകൊണ്ടാണ് അവർ ജീവിതത്തിലെ സന്തോഷം ബിഗ് ബോസിൽ കണ്ടെത്തുന്നത്. മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളെ കണ്ടിട്ട് അവരെ കുറിച്ച് കമന്റ് പറയുമ്പോൾ അവരറിയുന്നില്ല അവരുടെ സെൽഫ് ഇമേജ് മോശമായി കൊണ്ടിരിക്കുന്നു. അവിടെ മിറർ ന്യൂറോൺസ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. മിക്കവാറും അസംതൃപ്ത കുടുംബങ്ങളിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കിയാൽ മനസ്സിലാവും അവിടെ എവിടെയോ ഒരു കുറവുണ്ട്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു, അല്ലെങ്കിൽ കരുണാകര ഗുരു, അല്ലെങ്കിൽ വിവേകാനന്ദൻ, പ്രൊഫറ്റ് മുഹമ്മദ്, യേശു, ബുദ്ധൻ, തീർത്ഥങ്കരനിലെ 24-ാമനായ വർദ്ധമാന മഹാവീരൻ, ഓഷോ, ഇവരൊക്കെ വ്യത്യസ്തമായ പന്ഥാവിലൂടെ ഇത് പറഞ്ഞു തന്നു. വേദങ്ങൾ, ഉപനിഷത്തുകൾ. അപ്പൊ നമ്മൾ പോകുന്ന ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾ മാറുക, 10 പേരെ മാറ്റുക, അത്രേ വേണം. 100 ആളെന്ന് നിങ്ങൾ കാണുക. ഇവിടെ വരുന്നപ്പോ 199 ആളായി, 198 ആളെ കൂട്ടാം. അവർ 10 പേരെ മാറ്റം വരുത്തിയിൽ 1900, നമുക്ക് 2000 എന്ന് ഊഹിക്കാം. ആ 2000-ലെ ആൾക്കാര് ഒരു 10 പേരെയും കൂടെ മാറ്റിയാൽ 20,000 ആൾക്കാരിൽ മാറ്റം ഉണ്ടാക്കാം. ഈ 20,000 ആൾക്കാർ ഒരു മാസം 100 രൂപ സമൂഹത്തിന് കൊടുത്താൽ എത്ര രൂപയാവും കുണിച്ചു നോക്കുക. എത്ര ആയിരം ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണമാകുമെന്നും ഇന്ന് കേരളം അതിദരിദ്രമല്ലാത്ത സംസ്ഥാനമാണെന്നുള്ള ഒരു പ്രഖ്യാപനം നടക്കുന്ന വേളയിൽ സ്വയം ഓർക്കുക, 3 നേരം ചോറ് കിട്ടുന്നവനല്ല ദരിദ്രൻ, കിട്ടാത്തവനല്ല ദരിദ്രൻ. സ്വന്തം സെൽഫ് ഇമേജ് മാറ്റാൻ പറ്റുമെന്ന അറിവില്ലാത്തവനാണ് ദരിദ്രൻ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ഭക്ഷണം കിട്ടാത്തവനല്ല ദരിദ്രൻ. സെൽഫ് ഇമേജ് അല്ലെ തന്റെ അവസ്ഥ, അതാണ് സെൽഫ് ഇമേജ്, അത് മാറ്റാൻ പറ്റുമെന്ന അറിവില്ലാത്തവനാണ് ദരിദ്രൻ. ആ ദരിദ്രനാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. അങ്ങനെ കോടാനുകൂടി ദരിദ്രന്മാരുള്ളൊരു സംസ്ഥാനവുമാണ് കേരളം എന്ന് ഓർക്കുക. 5 ബെഡ്റൂം, 4 ബാത്ത് അറ്റാച്ച്ഡ്. ആ കുടുംബത്തിൽ എന്റെ അടുത്തൊരു കുടുംബമാണ്. അവിടെയുള്ള ഒരു ബാത്റൂം അറ്റാച്ച്ഡ് അല്ലാത്തതുകൊണ്ട് മാത്രം ഭർത്താവിനെ നിരന്തരം വഴക്ക് പറയുന്ന ഒരു സ്ത്രീയെ എനിക്കറിയാം. അവർ ദരിദ്രരല്ലേ? അവരാകെ 2 പേർ മാത്രമേ വീട്ടിലുള്ളൂ എന്ന മറ്റൊരു സത്യം കൂടി ഞാൻ പറയാം. മക്കളൊക്കെ സ്വിറ്റ്സർലൻഡില്ല. ഞാൻ ചോദിച്ചു, എന്താണ് ഈ ദുഃഖത്തിന് കാരണം? നിനക്കറിയാമല്ലോ, എന്റെ അടുത്ത കുടുംബമാണ്. എന്റെ ജ്യേഷ്ഠൻ കസ്റ്റംസിലാണ്. അയാളുടെ വീട്ടിൽ 5 ബെഡ്റൂമിനും 5 ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ദാരിദ്ര്യം. ഇതാണ് ദാരിദ്ര്യം. തന്റെ ഭാര്യയെ നോക്കി എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത മനുഷ്യൻ കരയുന്നത് കണ്ടപ്പോ എനിക്ക് ചിരിക്കാനും പറ്റിയില്ല, കരയാനും പറ്റില്ല. അപ്പൊ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ, അവിടെ നമ്മൾ മാറ്റം വരുത്താൻ പോവാണ്. ദാറ്റ്സ് എ റിവയറിംഗ് ദ ലീഡർഷിപ്പ്. ഇപ്പോൾ നിങ്ങൾ എന്ത് എന്ന് ചിന്തിക്കുകയാണ് ഇപ്പൊ വേണ്ടത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക. പാർട്ട്ണറെ കുറിച്ച് ചിന്തിക്കണ്ട, നാട്ടുകാരെ കുറിച്ച് ചിന്തിക്കണ്ട, എന്നെ കുറിച്ച് ചിന്തിക്കണ്ട. നിങ്ങളോട് ചോദ്യം, നിങ്ങളുടെ വികാരങ്ങൾ എന്താണ്? സന്തോഷമാണോ? അപ്പോഴാണ് ഞാൻ രാവിലത്തെ സെഷനിൽ പഠിപ്പിക്കുന്ന ആ മഹത്തായ സൂത്രവാക്യം നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല, FTBA.
ഫീലിങ്സ്, തോട്ട്സ്, ബിഹേവിയർ, ആക്ഷൻ, ചേഞ്ച്. നിങ്ങൾ ഇപ്പോഴത്തെ ഇമേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീലിങ്സ് ആണ്. ആ ഫീലിങ്സ് നിന്നുണ്ടാകുന്ന തോട്ടുകളാണ്. ആ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റമാണ്. ആ പെരുമാറ്റത്തിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനമാണ്. അതായത് നിങ്ങളുടെ ഫീലിങ്സിന് അല്ലെങ്കിൽ വികാരത്തിന് കണക്കായ പെരുമാറ്റമേ ഉണ്ടാവൂ. അത്തരം പ്രവർത്തനങ്ങൾ എന്നെ ചെയ്യൂ. അപ്പൊ ഇവിടെ മാറ്റം വരുത്തണം. മാക്സ്വെൽ മോർസ് പറയുന്നു, നിങ്ങളുടെ വികാരങ്ങളിൽ മാറ്റം വരുത്തണം. വികാരങ്ങളിൽ എങ്ങനെ മാറ്റം വരുത്താം? രമേശൻ എന്ന ഞാൻ ഏത് വികാരത്തിലാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ചോദിച്ചാൽ അത് സംതൃപ്തിയുടെ വികാരമാണ്, സന്തോഷത്തിൻ്റെതല്ല. സന്തോഷത്തിനേക്കാൾ എത്രയോ ഉപരിയായ വികാരമാണ് സംതൃപ്തിയുടേത്. ഇംഗ്ലീഷുകാരൻ അതിനെ കണ്ടെന്റ്മെന്റ് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്ന ഓക്സിറ്റോസിനും സെറട്ടോണിനും ഡോപ്പാമൈനും എൻഡോർഫിനും നിങ്ങളെ ആനന്ദത്തിന്റെ വലിയൊരു വഴിയിലേക്ക് എത്തിക്കും. ഇപ്പോൾ നിരാശയുടെ, നിരർത്ഥകതയുടെ, പ്രതികാരത്തിന്റെ, അസൂയയുടെ, കുശുമ്പിന്റെ, മത്സരത്തിന്റെ ഫീലിങ്സ് ആണുള്ളതെങ്കിൽ നിങ്ങളുടെ കോർട്ടിസോളും അഡ്രിനാലും ഒഴുകുന്നുണ്ടാവും. അത് നിങ്ങളെ ക്രമേണ പ്രമേഹത്തിന്റെയും ക്യാൻസറിന്റെയും ഉടമകളാക്കുന്നുമുണ്ടാവും. അപ്പൊ ഇപ്പോൾ നിങ്ങളുടെ വികാരം എന്താണ്? ദുഃഖമുണ്ടാവാം. നേരത്തെ എൻ്റെ വീട്ടിൽ രസകരമായൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വൈകുന്നേരം. ക്ലാസ്സിനിടയിൽ എൻ്റെ മകൾ വിളിച്ചു പറഞ്ഞു, അച്ഛാ, നമ്മുടെ ബെഡ്റൂമിനുള്ളിൽ ഒരു പാമ്പ് കയറി. വോയിസ് ഈസ് ബ്രേക്കിംഗ് എന്ന് മാത്യു സാർ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവർക്ക് വോയിസ് ബ്രേക്ക് ഇല്ലാത്തോ? എന്തെങ്കിലും അറിയിക്കണേ. വിനീഷ്, അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് പ്രശ്നം, എനിക്കറിയില്ല, ആരൊരാൾ കമ്മിങ്. ഓക്കെ, ഞാൻ ഒരു അനുഭവം പറയാൻ പോന്നെ. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ ചോദിച്ചു, മോളെ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ തന്നെ, അതായത് പാമ്പല്ലേ കാര്യം, അതായത് എലിയെ പിടിക്കാൻ വന്നായിരിക്കും. നമുക്കിവിടെ പേടിയാവുന്നു. ഞാൻ നീ പേടിച്ചോ, പരമാവധി എന്താ സംഭവിക്കുക? അതൊരു മൂർഖനായിരിക്കും. അതെ, അത് നിന്നെ കടിക്കും. എന്നിട്ടോ നിന്റെ ആശുപത്രി കൊണ്ടുപോകും, ആന്റിബയോട്ടിക് കുത്തി വെക്കും, ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കും, തീർന്നില്ല പരിപാടി. അവൾ ദേഷ്യത്തോടെ ഫോൺ വെച്ചു. ഞാൻ ക്ലാസ് തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു, അച്ഛാ പാമ്പ് പോയി. ഞാൻ എന്റെ സുഹൃത്തും സുശീലും കൂടെ വന്നോണ്ടിരിക്കുമ്പോൾ വീണ്ടും വിളിച്ചു, ആ പാമ്പ് മറ്റൊരു ബെഡ്റൂമിലുണ്ട്. എനിക്കൊരു വികാരമില്ല. ഞങ്ങൾ അവിടെ എത്തുന്നു. കക്ഷി എലിയെ ഒക്കെ കടിച്ച് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയാണ്. അവന് പോകാൻ വഴിയില്ല. ഒരു ചാക്കിൽ സുശീൽ അതിനെ ആക്കി അത് ദൂരെ കൊണ്ടൊഴിവാക്കി. അത്ര സമയം അസ്വസ്ഥയായ എൻ്റെ ഭാര്യയുടെയും എൻ്റെ മകളുടെയും അത്രയൊന്നും അസ്വസ്ഥയില്ലാത്ത എൻ്റെ മകന്റെയും കോർട്ടിസോൾ ലെവൽ ഏടെ എത്തിയെന്ന് പറഞ്ഞാൽ ഐഡിയ ഇല്ല. കാരണം ഒരു പ്രശ്നം കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ പാനിക് ആവും. സെൽഫ് ഇമേജ്, ഫീലിങ്സ്. 25 കോടി ലോട്ടറി അടിച്ചു, അതല്ല ദുഃഖം. അത് തന്റെ അയൽവാസിക്കാവരുതേ എന്നാണ് നമ്മുടെ പ്രശ്നം. സത്യമായിട്ടും. രണ്ടാമത്തെ കാര്യം, അതിന് തൊട്ട് മുമ്പ് നമ്പർ എടുത്ത ആളും തൊട്ട് താഴെ നമ്പർ എടുത്ത ആളുടെ മാനസികാവസ്ഥ അവരെ ദയവേദി ക്ലാസ്സിൽ കൊണ്ടുവരണം. അവർക്ക് കുറച്ചു കാലത്തേക്ക് ബോധം പോകും. ചോദ്യം ഇതാണ്, ഒരു ടിക്കറ്റ് കൂടി എടുത്തിരുന്നെങ്കിൽ. ഇതല്ല ജീവിതം. എപ്പോഴെങ്കിലും അടിക്കുന്ന ഒരു ലോട്ടറി ടിക്കറ്റ് അല്ല ജീവിതം. സെൽഫ് ഇമേജ് മാറിയതാണ് ജീവിതം. അപ്പോ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ ആക്ഷൻ ആവും. രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്ത്? ഫീലിങ്സ് നെഗറ്റീവ്. കാരണം എന്താ? രാത്രി ഇല്ല, വേവിലാതി ആയിട്ട് ഉറങ്ങും.
എന്നിട്ട് പാടും രാവിലെ എഴുന്നേറ്റ്, ഈ ദുഃഖമേ ജീവിതം ഇതാര് തന്നു ഭഗവാന്. So first change your feelings. ഈ രണ്ടാമത്തെ മാക്സ് മോൾസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ അറിയോ? സെൽഫ് ഇമേജ് മാറ്റാൻ പറ്റും. The self image can be changed. സെൽഫ് ഇമേജ് മാറ്റാൻ പറ്റും. എത്ര പേർക്ക് അറിയാതെ? സെൽഫ് ഇമേജ് മാറ്റാൻ പറ്റും. മറ്റൊരു സെന്റൻസ് ഞാൻ കൂട്ടി പറയുന്നു, നിങ്ങളുടെ സെൽഫ് ഇമേജ് മാറിയിട്ടുണ്ട്, പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം പോകുന്നത്. സാധാരണഗതിയിൽ ട്രെയിനിങ്ങിൽ കുറെ സ്ലൈഡ് കാണിച്ചു, കുറെ ആളെ കൈയടിച്ചു, എന്ത് നേട്ടം? അയാൾക്ക് പൈസ കിട്ടിയ നേട്ടം, വേറൊന്നുമില്ല. നമ്മൾ മാറ്റം ഉണ്ടാക്കാൻ പോവാ. പക്ഷെ അടുത്ത പോയിന്റ് ആണ്, സെൽഫ് ഇമേജ് ക്യാൻ ബി ചേഞ്ച്ഡ് സ്ലോലി. മെല്ലെ മെല്ലെ പറ്റൂ. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 15% തോന്നുന്നു. സെൽഫ് ഇമേജ് മാറ്റുന്നത് സന്യാസിയാവാനല്ല, സെൽഫ് ഇമേജ് മാറ്റുന്നത് വലിയ നേതാവാനല്ല. സെൽഫ് ഇമേജ് മാറ്റുന്നത് അവനവനെ തിരിച്ചറിയാനും അവനവന്റെ കഴിവ് വളർത്തി മറ്റുള്ളവരുടെ ജീവിതം മനോഹരവുമാക്കാനാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സൂം പ്ലാറ്റ്ഫോമിലാണ്. ഒരു ചൈനക്കാരൻ ആണെന്ന് തോന്നുന്നു, പേരൊന്നും ഓർമ്മയില്ല, തന്റെ കാമുകിയുമായി സംസാരിക്കാനുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ സൂം. ആരും അറിയാത്ത സൂം. കൊറോണയെ ഞാൻ ഏറ്റവും 3 വർഷം തുടർച്ചയായിട്ട് ഞാൻ ലെക്ചർ സീരീസ് ചെയ്തത് സൂമിലാണ്. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ബോംബെയിലെ ഒരു റെസ്റ്റോറന്റിൽ 2 ചെറുപ്പക്കാരിരുന്ന് സംസാരിക്കുന്നു, എന്തോ ഗഹനമായ കാര്യം. തൊട്ടടുത്ത ടേബിളിൽ ഇരുന്ന ഒരു വിദേശി ഇത് ശ്രദ്ധിച്ചു. അവരെ അടുത്ത് പോയി അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവരൊരു ആശയമാണ് സംസാരിച്ചത്. അദ്ദേഹം അവർക്ക് നമ്പർ കൊടുക്കുന്നു, അദ്ദേഹം തിരിച്ചു പോകുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ആ മനുഷ്യൻ വിദ്യാർത്ഥിയായിരുന്നു. തന്റെ കൂട്ടുകാർക്ക് വേണ്ടി ആശയം സാക്ഷാത്കരിക്കുന്നു. പേര് സക്കംബർഗ്. ആ ആശയത്തിന്റെ പേര് ഫേസ്ബുക്ക്. ഫേസ്ബുക്കിന്റെ ഉപജ്ഞാതാക്കൾ ഇന്ത്യക്കാരാ. അവരിപ്പോ അതിന്റെ ഭാഗമായി. ഇന്ന് രാവിലെ ഉണർക്കമുണർന്നാൽ ഫേസ്ബുക്കിൽ തന്റെ കമന്റിന് എത്ര പേർ ലൈക്ക് അടിച്ചു എന്ന് നോക്കി. എണ്ണം കുറഞ്ഞാൽ കരയുന്ന പാവം സെൽഫ് ഇമേജുകാരൻ. 5 or 6 ലൈക്ക് അധികം കിട്ടുമ്പോൾ എക്സൈറ്റ്മെന്റ് വരുന്ന പാവം സെൽഫ് ഇമേജുകാരൻ. അതല്ല സെൽഫ് ഇമേജ്. അത് കണ്ടെത്തിയ സക്കുംബർഗാണ് നമുക്കാവേണ്ടത്. തന്റെ മക്കൾക്ക് ഒരിക്കലും ഫേസ്ബുക്ക് അക്കൗണ്ട് കൊടുക്കാറില്ല പ്രിയപ്പെട്ട സക്കംബർഗ്. ഒരു സ്കൂളിലെ 3ാം ക്ലാസ്സുകാരൻ എന്നോട് പറയാണ്, ഞാൻ പബ്ജി കളിക്കുന്നുണ്ട്. എന്റെ സുഹൃത്ത് അവിടുത്തെ HMോട് ഞാൻ പറഞ്ഞു, അവളുടെ പേര് ബദ്രു, നീ പരിപാടി നിർത്തിക്കോ, കാരണം ഈ ചങ്ങായിനൊന്നും നേരെയാക്കാനാവൂലേ. തന്റെ മകൾ 7 മുതൽ 9 വരെ നന്നായി പഠിക്കുന്നു സാർ, പക്ഷെ 9 മണിക്ക് അവൻ ഫ്രീ ഫയർ കളിക്കുന്നു. എന്താ തെറ്റ് എന്ന് ചോദിച്ച നിഷ്കളങ്കയായ അമ്മയോട് ചിരിച്ചുകൊണ്ട് മാത്രം ഒരു മറുപടി പറഞ്ഞ ഒരു ഹതഭാഗ്യനായ ഹെഡ്മാഷാണ് ഞാൻ. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ലെന്ന ബൈബിൾ വാക്യം അവിടെ സാർത്ഥകമാകുന്നു. കാരണം
ഈ 12 മണിക്കും 11 മണിക്കും പബ്ജി കളിച്ച് ഫ്രീ ഫയർ കളിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ സെൽഫ് ഇമേജ് എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ വരേണ്ട ആ അത്ഭുത വസ്തുവിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അവർ അഗ്രസീവ് ആവുന്നു, അക്രമാസക്തരാവുന്നു, കൊലപാതകം നടത്തുന്നു. തിരിച്ചറിഞ്ഞ സ്വീഡിഷ് ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിൽ നിന്ന് ഡിജിറ്റൽ മാറ്റി പുസ്തകങ്ങൾ കൊടുക്കുന്നു. മാറ്റം. വായന നിങ്ങളെ സെൽഫ് ഇമേജ് മാറ്റുന്നു. ദാറ്റ് ഈസ് മൈ ആൻസർ ഫോർ ദാറ്റ്. നമ്മുടെ ചോദ്യം സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് ഒന്നുണ്ട്, XYZ whatever it is. നിങ്ങൾ എവിടെയെങ്കിലും നിന്നോളൂ. ആ സെൽഫ് ഇമേജിനെ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതിനു മുമ്പ് മാക്സ്വെൽ മോൾസ് ഒരു പ്ലാസ്റ്റിക് സർജൻ ആയിരുന്നു. പ്ലാസ്റ്റിക് സർജനായ അദ്ദേഹം മുഖത്തിന്റെ വൈരൂപ്യമായി വരുന്നവരെ മാറ്റി. പക്ഷേ അവർക്കൊരു സന്തോഷമില്ല. കാരണം അവരുടെ ആ വിരൂപതയിൽ ഉണ്ടായിരുന്ന സെൽഫ് ഇമേജ് അതുപോലെ തുടരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും സെൽഫ് ഇമേജ് മാറ്റാൻ ശ്രമിച്ചാൽ ആദ്യം സംഭവിക്കുന്നത് നിങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാവും. കാരണം നിങ്ങളുടെ തലച്ചോറിലെ ആ കംഫർട്ട് സോണിൽ നിൽക്കുന്ന ആ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയുന്ന മിഡ് ബ്രെയിൻ നിങ്ങൾ അനങ്ങാൻ വിടില്ല. കാരണം അവൻ സ്വസ്ഥമായിരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ഈ ട്രെയിനിങ്ങിൽ വരാൻ അവൻ സമ്മതിക്കില്ല. നിങ്ങളോട് പറയും, ആ മാഷക്ക് ഭ്രാന്താണ്, അടുത്ത ശനിയാഴ്ച നമുക്ക് സിനിമക്ക് പോകാം. യെസ്, കാരണം ഇവിടെ കുറച്ച് പണിയുണ്ടേ. രാവിലെയൊക്കെ വരുന്ന സെഷന് വരുന്നവരെ എഴുന്നേക്കാൻ തുടങ്ങി, 4 മണിക്ക് കുളിക്കാൻ തുടങ്ങി. 5:30 എഴുന്നേറ്റത് ഞാൻ 4 മണിക്ക് എഴുന്നേക്കാൻ തുടങ്ങി. സെൽഫ് ഇമേജ് ചേഞ്ച്. അവരാണ് ഈ ശനിയാഴ്ചത്തെ പ്രോഗ്രാം തുടങ്ങാൻ കാരണം കേട്ടോ. താങ്ക്സ് ഫോർ ദാറ്റ്. അതാണ് 200 ആളിൽ എത്തിയിരിക്കുന്നത്. ഒരു അഭ്യർത്ഥന, അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഈ ലിങ്ക് ഉണ്ടല്ലോ, ലിങ്ക് മാറ്റുന്നില്ല. ആ ലിങ്ക് 2 പേർക്കെങ്കിലും അയച്ച് അവരെ കൊണ്ടുവരും. ആരെന്നറിയോ? പ്രതിസന്ധി കടന്നു പോകുന്നവനെ മാത്രം. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നവനെ കൊണ്ടുപോവാ. നമുക്ക് അവനെ ആത്മഹത്യയിൽ നിന്ന് മാറ്റാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലെങ്കിലും നല്ല രീതിയിൽ ആത്മഹത്യയിൽ എത്തിക്കാൻ ശ്രമിക്കാം. എന്തിനാണ് ഇങ്ങനെ വെറുതെ വികൃത രൂപത്തിൽ ആത്മഹത്യ ചെയ്തത്? യെസ്, എന്നെ ഈ പ്രഭാഷണ പരമ്പര നടത്താൻ പ്രചോദിപ്പിച്ചത് എൻ്റെ അടുത്ത് വരുന്ന മെന്ററിങ്ങിന് വരുന്ന പ്രിയപ്പെട്ട നിങ്ങളിൽ ആൾക്കാരാണ്. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞാൻ എല്ലാ ദിവസവും ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരിലുണ്ടായ മാറ്റമാണ് സെൽഫ് ഇമേജ് മാറ്റാൻ പറ്റുമെന്ന എൻ്റെ പ്രാക്ടിക്കൽ നോളജ് കുറേയും കൂടെ എന്നെ എക്സൈറ്റ് ചെയ്യുന്നത്. ഞാൻ ഓരോ ദിവസവും ഉണരുന്നത് എത്ര ആൾക്കാരിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. വളരെ രാവിലെ തന്നെ ഞാൻ നാളെ പുറപ്പെടുന്നത് പയ്യാവൂർ എന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഒട്ടനവധി ആൾക്കാരുണ്ടാവുന്ന വിചാരിക്കും. മേ ബി അവരോട് സംസാരിക്കാൻ ആരോഗ്യത്തെ കുറിച്ച്. നമ്മളെല്ലാം മാറ്റം വരുത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുമ്പോഴാണ് സെൽഫ് ഇമേജ് മാറുന്നത്. ഇപ്പൊ പോയിന്റ് ഇതാണ്, നമ്മുടെ വികാരങ്ങളുടെ പ്രതിഫലനമാണ് നമ്മുടെ സെൽഫ് ഇമേജ്. ഈ വികാരങ്ങളുടെ പ്രതിഫലനമായ സെൽഫ് ഇമേജിനെ മാറ്റാൻ പറ്റും. അതിന് ശ്രമം വേണം. FTBA, ഫീലിങ്സ്, തോട്ട്സ്, ബിഹേവിയർ, ആക്ഷൻ. ഇതാണ് നമ്മുടെ സൂത്രവാക്യം. അത് കേട്ടതുകൊണ്ട് ഒരു കാര്യമില്ല, ഇമോഷൻ എഴുതിയിട്ടും കാര്യമില്ല. കുറച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്കൂടെ നിങ്ങൾ വികാരങ്ങളുടെ വിക്ഷുബ്ധമായ ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോയേക്കാം. ശാന്തമാകൂ. യെസ്, പരിശ്രമം. ശോഭന മാഡം പറഞ്ഞ പരിശ്രമം. ജീവിതത്തിൽ അസ്വസ്ഥതകൾ നിറഞ്ഞ് എന്താണ് ദൈവം, എന്താണ് ജീവിതം, എന്താണ് മോക്ഷം എന്നൊക്കെയുള്ള ചോദിക്കുന്ന അസ്വസ്ഥനായ ശിഷ്യന്റെ മുമ്പിൽ ഗുരു നിശബ്ദനായിരിക്കുന്നു.
എന്താണ് ബ്രഹ്മം എന്നൊക്കെ ചോദിക്കുമ്പോ ആ ഗുരു ആ നിർനിമേഷനായ തന്റെ ശിഷ്യനെ നോക്കി ശാന്തമായിരിക്കുമ്പോൾ അസ്വസ്ഥനാവുകയാണ് ശിഷ്യൻ. ഗുരു എവിടെ ഉത്തരം? ഗുരു ഒന്നും പറയുന്നില്ല. കുറെ കഴിഞ്ഞ് വീണ്ടും ഗുരു എവിടെ ഉത്തരം? ഗുരു പറയുന്നു, മകനെ, ഉത്തരമല്ലേ ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. മൗനമാണ് ബ്രഹ്മം. ഉപനിഷത്തിന്റെ കഥയാണത്. ഈ പ്രഭാഷണ പരമ്പരയിൽ ഉപനിഷത്തുകളൊക്കെ വന്നേക്കാം. കാരണം ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത് പറയുന്ന ഒരു പ്രോഗ്രാം അല്ല. സ്ലൈഡുകളില്ല, അനുഭവങ്ങൾ മാത്രം. അപ്പോ ഈ ഇമേജ് മാറ്റണമെങ്കിലുള്ള പ്രോസസ്സിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് ഈ പ്ലാസ്റ്റിക് സർജനായ ഇദ്ദേഹം കണ്ടെത്തി അസ്വസ്ഥനാണ്. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇവരുടെ ശരീരം മാത്രമേ മാറിയിട്ടുള്ളൂ, ഇവരുടെ ചിന്ത മാറിയിട്ടില്ല. അങ്ങനെ അവരെ മാറ്റുന്നതിനെ കുറിച്ചുള്ള ഗവേഷണമാണ് സൈക്കോ സൈബർനെറ്റിക്സ്. സൈബർനെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണത്തിന്റെ പ്രവർത്തന ശാസ്ത്രം എന്നാണ് അർത്ഥം. സൈക്കോ എന്ന് പറഞ്ഞാൽ മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ. ഇന്നിപ്പോ മനസ്സില്ല, ബ്രെയിൻ ആണ്. ഇതിന്റെ ഒക്കെ പ്രവർത്തനത്തിന്റെ ഒരു സൂത്രം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഒരു സ്വിച്ച് ഇട്ടാൽ ഒരു ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട്. അതേപോലെ നമ്മുടെ തലച്ചോറിന് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്തും നേടാൻ പറ്റും. പ്രണയത്തിൽ കുടുങ്ങി ജീവിത നിരാശയിൽ കിടന്ന പെൺകുട്ടിക്ക് IPS സ്വപ്നം കൊടുക്കാൻ സാധിക്കുന്നത് ഈ സയൻസ് ആണ്. പയ്യന്നൂരിൽ പഠിച്ച ഒരു കൊച്ചുകുട്ടി, അവന് ക്ലാസ്സിൽ നല്ലോണം പഠിക്കും, ഒരു പ്രൊഫസറുടെ മകൻ. അങ്ങനെ എല്ലാവരും പറഞ്ഞ പോലെ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 പഠിച്ചു, അത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, M.Tech കഴിഞ്ഞു, അമൃത കോളേജിൽ ലെക്ചറായി. ആരോ പറഞ്ഞ് ഒരു ദിവസം ഒരു പണിയില്ലാതിരിക്കുമ്പോ ഒരു വലിയ ഹാളിലെ ജനക്കൂട്ടത്തിനിടയിൽ ഈ M.Tech പ്രൊഫസർ പോയിരുന്നു. അപ്പോൾ അവിടെ പറയുന്നത് എങ്ങനെ IAS ആകാമെന്നാണ്. IASന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരു IAS ഓഫീസറാണ്. ഏറ്റവും പറയിലിരുന്ന ഈ കക്ഷി ഒരു തീരുമാനം എടുക്കുന്നു, ഞാൻ ഒരു IAS ഉണ്ടാവും. 1ാം കൊല്ലം പരീക്ഷ പാർട്ട് ടൈം എഴുതി തോറ്റു, 2ാം കൊല്ലവും തോറ്റു. 3ാം കൊല്ലം പയ്യന്നൂർ കോളേജിലെ പ്രൊഫസറോട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇതെന്റെ അവസാനത്തെ പരിപാടിയാണ്. അദ്ദേഹം ചോദിച്ചു, നിന്റെ പരിപാടി എന്ന ജോലിയെ കളഞ്ഞിട്ടാ പരിപാടി? 3ാം വട്ടം പാസ്സാവുന്നു. ഹരികിഷോർ IAS, പയ്യന്നൂർക്കാരൻ, കേരളത്തിൽ അറിയപ്പെടുന്ന IAS ഉദ്യോഗസ്ഥൻ. അദ്ദേഹം പയ്യന്നൂരിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് എന്റെ അധ്യാപകർക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റില്ല? എന്റെ 27 വയസ്സ് വരെയുള്ള എന്റെ സമയം എന്തിനാണ് കളഞ്ഞത്? അദ്ദേഹം ഒരു പുസ്തകം എഴുതി, നിങ്ങൾക്കുമാകാം IAS. എനിക്കൊന്ന് എത്രയോ പ്രിന്റ് കഴിഞ്ഞു. ഈ ഒരു ചോദ്യമാണ് എന്റെ മനസ്സിലും. ഞാൻ എത്ര കൊല്ലമായി അധ്യാപകനായിട്ട്, എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും? നിരാശയൊന്നും എന്റെ മുഖത്തില്ല. ഒരുപാട് ഡോക്ടർമാരുണ്ടാക്കിയിട്ടുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരെ ഉണ്ടാക്കിയിട്ടുണ്ട്, പലരും കമ്മീഷണർമാരൊക്കെയാണ് ഇപ്പോ. പക്ഷേ ചോദ്യത്രേ ഉള്ളൂ, നമുക്കൊരു വലിയ മാറ്റം ഉണ്ടാക്കേണ്ടത് വളരെ സാധാരണക്കാരെയാണ്, നമ്മളെപ്പോലെയാണ്. വലിയവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അവർക്ക് വലിയ ഇന്റർനാഷണൽ ട്രെയിനിങ്ങിന് പോവാം, അവർക്ക് ഇഷ്ടം പോലെ പുസ്തകങ്ങൾ വാങ്ങാം, അവർക്ക് ഇഷ്ടം പോലെ യൂട്യൂബ് കാണാം. ജോലിക്ക് എങ്ങനെ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന സാധാരണക്കാരൻ എങ്ങനെ ഇത് പഠിക്കും? ആരും പഠിപ്പിക്കൂല, കാരണം ഇതിന് പൈസ കിട്ടില്ല. അവിടെയാണ് നമ്മൾ വരാൻ പോകുന്നത്. ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഒറ്റ ലക്ഷ്യം വേണ്ടു, മിനിമം 2 പേരെങ്കിലും അടുത്ത ആഴ്ച ഈ പ്രോഗ്രാമിൽ കൊണ്ടുവരിക. കാരണം ആദ്യത്തെ 4 ആഴ്ച ഞാൻ പലതും റിപ്പീറ്റ് ചെയ്യും, പിന്നെ ഇതൊരു തുടർച്ചയുള്ള യാത്രയായിരിക്കും. കാരണം എനിക്ക് പോലും പറയാൻ പറ്റില്ല ഇതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞവർക്ക് അതേ മനസ്സിന് ചില കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് അവരെ സെൽഫ് ഇമേജ് മാറ്റിയത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കേട്ടോ. അത് 1ാമത്തെ പാഠം എന്താ? സെൽഫ് ഇമേജ് ആണ് നമ്മുടെ പ്രശ്നം. അതായത് ഇവിടെ ഇരിക്കുന്ന ഇപ്പോ 208 പേരോ
ഇവരൊക്കെ തന്നെ സെൽഫ് ഇമേജ്, നിങ്ങൾക്ക് എക്സ് എന്ന് പറയുമ്പോൾ ബാബു സാറിനുണ്ട്, അല്ലെങ്കിൽ ഹേമലതൊക്കെ ഉണ്ട്. ഞാൻ കാണുന്ന കുറച്ചാളെ പേര് പറഞ്ഞു, എനിക്കറിയാം, ചിലർ അവരൊക്കെ നേരിട്ട് അറിയാം, പല ആൾക്കാരും. നിങ്ങളുടെ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് മാറ്റുമ്പോഴാണ് അവർ വളരുന്നത്. ദാറ്റ്സ് കോൾഡ് പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ, വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ എന്നൊരു പേരിലൂടെയാണ് നമ്മൾ അറിയപ്പെട്ടത്. അതിന് മലയാളം. അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയെന്ന്, വ്യക്തിത്വമല്ല വികസിക്കുന്നത്. വ്യക്തിത്വം മാറാൻ പറ്റില്ല. നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിത്രീകരണ വ്യക്തിത്വമാണ് മാറുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ കുറിച്ച് എങ്ങനെയോ, അതെങ്ങനെ ഉണ്ടായെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അത് എന്റെ അനുഭവം പറയാം. എന്റെ അമ്മയ്ക്ക് 3 മക്കൾ മരിച്ചു. ഞാൻ 4-മൻ. അപ്പൊ അറിയാലോ ആ കുട്ടിയോട് ഉണ്ടാവുന്ന ഒരു അഫെക്ഷൻ. അങ്ങനെ എന്നെ അത്രയും സ്നേഹത്തോടെ വളർത്തിയ എന്റെ അമ്മ പുഴയുടെ കൂടെ ഇല്ല. ആ അമ്മ അറിയാതെ ചെയ്തൊരു ദുരന്തം. എല്ലാ കുട്ടികളും നീന്താൻ പഠിക്കാൻ പോകുമ്പോൾ എന്റെ അമ്മ വിട്ടില്ല. കാരണം ഇവൻ വെള്ളത്തിൽ വീട് മരിച്ചാലോ. എല്ലാ കുട്ടികളും കളിക്കാൻ പോകുന്ന വിട്ടില്ല, ഇവനെന്തെങ്കിലും പറ്റിയാലോ. എല്ലാ കുട്ടികളും സൈക്കിൾ ഓടിക്കുമ്പോൾ എന്നെ വിട്ടില്ല. കാരണം എന്തേ, ഇവൻ വീണാലോ. സ്നേഹമാണ്. പറ്റിയതെന്താ, എനിക്ക് നീന്താൻ അറിയില്ല. നായ വന്നാൽ മാത്രമേ മരത്തമ്മ കയറാൻ അറിയൂ. സൈക്കിള് പോയിട്ട് ഒന്നും ഓടിക്കാൻ അറിയില്ല. എന്താ കുഴപ്പമെന്നറിയോ, എന്റെ സെൽഫ് ഇമേജ് മാറിപ്പോയി. രമേശൻ പറയാണ്, രമേശ നിനക്ക് ഓടിക്കാനാവില്ല. എന്തേ, നിന്റെ അമ്മ പറഞ്ഞിട്ടില്ലേ. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി. ഇതേപോലെ ഭയമുള്ള എന്റെ സുഹൃത്ത് അധ്യാപകരെ കൂട്ടി പോയി. 4 ദിവസം കഴിയുമ്പോ ചങ്ങായി നിർത്തി. 5-ാം ദിവസം ഞാൻ നിർത്തി. ഇനി ഞാൻ പണിക്ക് പോകുന്നില്ല, സമയമില്ല. ഒന്നാമത്തെ കാര്യം, എന്റെ മകളൊക്കെ ലൈസൻസ് വാങ്ങി. ഞാൻ പറഞ്ഞു ദിസ് ഈസ് ദ പ്രോസസ്. അങ്ങനെ എന്റെ അമ്മമ്മയായി. ഒരു ദിവസം എന്റെ മകനെ അമ്മ ഉപദേശിച്ചു, മോനെ പുറത്തിറങ്ങരുത്, സൈക്കിൾ ഓടിക്കരുത്. അപ്പൊ എന്റെ അമ്മയോട് എന്റെ മോൻ പറഞ്ഞു, അമ്മമ്മ അച്ഛനോ ഇങ്ങനെയായി, എന്നോട് കളിക്കണ്ട. നന്നായി സൈക്കിൾ ഓടിക്കുന്ന, 18 വയസ്സാവാത്തതുകൊണ്ട് മാത്രം വണ്ടി ഓടിക്കാത്ത ഒരു മകൻ. അവിടെ വണ്ടി ഇമേജ് മാറി. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ റിയൽ ഒരു സീക്രട്ട് ഉണ്ട്, സെൽഫ് ഇമേജ്. അങ്ങനത്തെ ഒരു ചാപ്റ്റർ തന്നെ പറയണേ, സെൽഫ് ഇമേജ് ദ റിയൽ സീക്രട്ട്. നമുക്കൊരു 4 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ ഇന്നതിന് ഒരു തുടക്കം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് നമുക്കുണ്ട്. അപ്പൊ ഈ ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ശനിയാഴ്ച നമ്മൾ വരുമ്പോ ഹോംവർക്ക് എന്താണെന്നറിയോ, നിങ്ങൾ നിങ്ങളുടെ കഥ എഴുതാൻ തുടങ്ങും. നമ്മൾ പുതിയൊരു സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുന്നു. ആ സ്ക്രിപ്റ്റിലെ നായകൻ നിങ്ങളാകുന്നു. ആ നായകൻ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യും എഴുതി വെക്ക്. രാവിലെ ഞാൻ പറഞ്ഞ പോലെ ഒരു കഥ പറഞ്ഞതല്ല, നടന്ന സംഭവം. 1985 സാറ്റർഡേ ലോഞ്ച് വെഹിക്കിൾ എന്ന നമ്മുടെ ഒരു സംഭവം നേരെ കടലിൽ വീണപ്പോ പത്രങ്ങളെല്ലാം ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം പരാജയം എന്ന് എഴുതിയപ്പോ അതിന്റെ മൂലകാരണമായ ഒരു മനുഷ്യൻ മുറിയടച്ച് കരഞ്ഞുകൊണ്ട് ജീവിതം അവസാനിക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ കരുത്തനായ ഗുരു എന്ന് പറയുന്ന, എടാ പൊട്ട, നീ പുസ്തകം എടുത്ത് ഏത്, എന്താണ് നിന്റെ സ്വപ്നം ഇന്ത്യയെ കുറിച്ച്. ആ കക്ഷി എഴുതുന്നു. ഉടനെ തന്നെ ഇദ്ദേഹം പോയി ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞു, അതെല്ലാം പരാജയപ്പെടാൻ കാരണം ഞാനാണ്, വേറെ ആരുമല്ല. ഉടനെ അടുത്ത ഗവേഷണത്തിലേക്ക് ശങ്കായി പോകുന്നു. ഭാരതം കണ്ട APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ സെൽഫ് ഇമേജ് മാറ്റിയ സതീഷ് ധവാൻ. കൂടുതൽ വായനക്ക് വിങ്സ് ഓഫ് ഫയർ. ഇവിടെ നമുക്ക് ഹനുമാനും ജാംബവാനും ആകാം. കാരണം ഞാൻ ഒരു കാലത്ത് ഹനുമാനായിരുന്നു, ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. ഒരു ജാംബവാൻ എന്നെ മാറ്റിയെങ്കിൽ നമ്മൾക്ക് 10,000 ജാംബവാന്മാരാകാം. വലിയൊരു സമൂഹത്തെ മാറ്റാം. ഓട്ടോമിനേഷൻ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.
സർ, താങ്ക് യു സോ മച്ച്. ഇതൊരു സൂം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾക്ക് തമ്പായിട്ടും ലൈക്കായിട്ടും ഒക്കെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ റിയാക്ഷനിലോ കാണിക്കാം. നമുക്ക് സമയം 2 മിനിറ്റ് ബാക്കി, 9 മണിയാകുമ്പോൾ ആകാൻ വേണ്ടി 2 മിനിറ്റ് ബാക്കി. ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ചിന്തിപ്പിച്ച കുറച്ച് സമയം. അത് മാത്രമല്ല, ഇതുവരെ ആരും പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങൾ അല്ലേ, ശരിയാണെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പലർക്കും എന്നെക്കാൾ ഒരുപാട് പ്രായമുള്ള ആളുകളുണ്ട്. എൻ്റെ അച്ഛന്റെ പ്രായമുള്ള, എൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ആളുകൾ വരെ ഈ ഗ്രൂപ്പിലുണ്ട്. എന്നേക്കാൾ പ്രായം കുറഞ്ഞ വളരെ കുറച്ച് പേരും ഇതിലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു അറിവ് നമുക്ക് ഇന്ന് വരെ എവിടെയും കിട്ടിക്കാണില്ല. ആ അറിവ് പകർന്നു തന്ന ഗുരുവിന് അല്ലെ, അധ്യാപകന് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹ സമ്മാനം നമ്മൾ മനസ്സുകൊണ്ട് തരികയാണ്. അടുത്ത ശനിയാഴ്ച നമുക്ക് വീണ്ടും ഒത്തുകൂടാം. അതുവരെ തൽക്കാലം ഈ ഒരു സെഷനെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊള്ളുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.